ബിഗ് ബോസ് സീസൺ 6-ൽ വൈൽഡ് കാർഡുകൾ വരുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയിലായിരുന്നു. പിന്നാലെ വന്ന പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണയുണ്ടെന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകരുടെ ആവേശം ഇരട്ടിയായിരുന്നു. കാരണം തങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഗെയിം സായിയിൽ നിന്നും അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ വന്ന ദിവസം മുതൽ ഒതുങ്ങിക്കൂടിയതുപോലെയാണ് സായിയെ വീട്ടിൽ കാണപ്പെട്ടത്. കാര്യമായി പ്രൊവോക്കിംഗ് നടത്താനോ സേഫ് ഗെയിം കളിക്കുന്നവരെ പുറത്തേക്ക് കൊണ്ടുവരാനോ ഒന്നും സായിക്ക് സാധിച്ചിട്ടില്ല. നല്ലൊരു പ്രൊവോക്കിംഗ് ഗെയിം സായി കാഴ്ചവെക്കുമെന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത്. യൂട്യൂബിൽ സിനിമ റിവ്യൂ റിയാക്ഷൻ വീഡിയോകൾ ചെയ്താണ് സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ മലയാളികൾക്ക് സുപരിചിതനാകുന്നത്. താൻ വീഡിയോകൾ ചെയ്യുന്നത് അരി വാങ്ങുന്നതിന് വേണ്ടിയാണെന്ന് നിരന്തരമായി പറയാറുള്ളത് കൊണ്ട് തന്നെ അരിയണ്ണൻ എന്നൊരു പേര് കൂടി സായി കൃഷ്ണയ്ക്കുണ്ട്. മൈൻഡ് ഗെയിം കാഴ്ചവെക്കാനൊന്നും സാധിച്ചിട്ടില്ലെങ്കിലും ഫിസിക്കൽ ടാസ്കുകൾ വരുമ്പോൾ 100% നൽകി പെർഫോം ചെയ്യാറുണ്ട് സായി കൃഷ്ണ. മലപ്പുറം സ്വദേശിയാണ് താരം. 10ാം ആഴ്ചയിൽ എത്തി നിൽക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6. 10ാം ആഴ്ച ഫാമിലി വീക്കാണ്. ഹൗസിൽ ഇപ്പോഴുള്ള 13 മത്സരാർത്ഥികളുടെയും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഹൗസിലേക്കെത്തും. വരാൻ പോകുന്നത് ഫാമിലി വീക്കാണെന്ന് സൂചന നൽകിയിരുന്നു ഞായറാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ. ഫാമിലി വീക്കിന് തുടക്കം കുറിച്ച് ആദ്യ ഹൗസിലേക്ക് എത്തിയത് ഋഷിയുടെയും മൻസിബയുടെയും കുടുംബാംഗങ്ങളാണ്. ഇരുവരുടെയും അമ്മയും സഹോദരനുമാണ് ഹൗസിലേക്ക് വന്നത്. കുടുംബാംഗങ്ങൾ വീട്ടിലേക്ക് വൈകാതെ വരുമെന്ന് മത്സരാർത്ഥികൾക്കെല്ലാം ബോധ്യമായി. അതോടെ സായി കൃഷ്ണ കരയാൻ ആരംഭിച്ചു. കുടുംബത്തിലെ ആരെ കൊണ്ടുവന്നാലും അച്ഛനെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞാണ് സായി കൃഷ്ണ കരയുന്നത്. അച്ഛനും താനും അത്ര നല്ല ബന്ധത്തിലല്ലെന്നും അച്ഛൻ വന്നാൽ എങ്ങനെ സംസാരിക്കണമെന്ന് പോലും തനിക്കറിയില്ലെന്നും ലൈവിൽ കരഞ്ഞുകൊണ്ട് സായി പറയുന്നുണ്ട്. തന്റെ വിവാഹത്തിന് പോലും അച്ഛൻ വന്നില്ലെന്ന് പലപ്പോഴായി സായി കൃഷ്ണ ഹൗസിൽ വെച്ച് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം മാതൃദിനത്തിൽ സായി എഴുതിയ കത്തും വൈറലായിരുന്നു. അമ്മയ്ക്ക് മാത്രമല്ല അമ്മയുടെ അമ്മയ്ക്കും ഭാര്യ സ്നേഹയ്ക്കും വേണ്ടിയാണ് ഈ കത്തെന്ന് സായി മാതൃദിനത്തിൽ കത്ത് വായിക്കും മുമ്പ് പറഞ്ഞിരുന്നു. എന്നെ ചെറുപ്പത്തിൽ അമ്മയെപ്പോലെ തന്നെ നോക്കിയിരുന്നത് അമ്മൂമ്മയായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം വാങ്ങിത്തരുമായിരുന്നു. എന്നാൽ കുറച്ചു കാലമായി ഞാൻ അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കാറില്ല. അൽഷിമേഴ്സ് രോഗിയാണ് അമ്മൂമ്മ. അതുപോലെ അമ്മയ്ക്കും ഭാര്യ സ്നേഹക്കുമിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഞാൻ ഷട്ടിലടിക്കുകയാണ്. അവർ അത് മാറ്റി ഒപ്പം നിന്ന് കാണാനാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനവും സന്തോഷവും ഉണ്ടാകും. ഇത് ഓപ്പണായി പറയാൻ കാരണം എൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടാകും. അതുപോലെ അമ്മയോടും ഒന്നും പറയാൻ പറ്റില്ല, ഭാര്യയോടും ഒന്നും പറയാൻ പറ്റില്ലെന്ന അവസ്ഥയാണ്. ചിലപ്പോൾ ഒരു അഗ്രസീവ് ഫേസിലേക്ക് പോകുന്നുണ്ട്. ഇക്കാര്യം പരസ്യമായി ഞാൻ പറയുന്നതോടെ അവർക്കിടയിലെ പ്രശ്നങ്ങൾ തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സായി കൃഷ്ണ പറയുന്നു. കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.